അയ്യന്തോൾ പൊട്ടിച്ചു കഴിഞ്ഞു. വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊട, ആ വെറൈറ്റി ആയിട്ടുള്ള കൊട ഇറക്കി കഴിഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ വെറൈറ്റി കൊടയുമായിട്ടാണ് അയ്യന്തോളിന്റെ വരവ്. ഇനിയും സസ്പെൻസുകൾ ഉണ്ടാക്കും. ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പലതും തൃശ്ശൂർകാരെ സംബന്ധിച്ച് ആദ്യം സാമ്പിളുകൾ മാത്രം കൊടുക്കുന്ന തൃശ്ശൂരിന്റെ ഒരു പതിവാണ്. അത് പൂരമായിക്കോട്ടെ മറ്റ് പലതുമായിക്കോട്ടെ, സാമ്പിൾ കൊടുത്ത് ജനങ്ങൾ ആദ്യം കയ്യിലെടുക്കും. അത് കഴിഞ്ഞ് ഒരൊന്നൊന്നര സാധനം ഉണ്ടാക്കും. അതിന് കാത്തിരിക്കണം. അതിന് കാത്തിരിപ്പാണ് ഇനിയുള്ള 1.5 മണിക്കൂർ. ഈ നാടിന് കാണാൻ പോകുന്നത് ഇമാതിരി വൈബായിരിക്കും. ഇമാതിരി വൈബ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലേക്കാണ് നാടൊരുക്കുന്നത്. ശക്തരിൽ ശക്തനായ ശക്തൻ നമ്പൂരാന്റെ സ്വന്തം നാട്ടിൽ ഇതാ അരമണിക്കിലേക്ക് കുംഭകുലിക്ക് പുലികൾ ഇറങ്ങുന്നു. ഷിനോജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ തന്നെയാണ് അവരുടെയൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അവരുടെയൊക്കെ ദുഃഖങ്ങളിൽ അവർക്ക് ആശ്വാസം നൽകുന്ന കാഴ്ച കൂടിയാണ് ഈ പുലിക്കളി. മനസ്സും മെയ്യും മറന്നുകൊണ്ട് അത്തരത്തിലൊരു ആഘോഷമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പുലികളി എല്ലാ വർഷവും നടക്കുന്നത്, എല്ലാ വർഷവും ഒരു ആഘോഷമാക്കുന്നത്. അത് ഇത്തവണയും വരുമ്പോൾ അത്തരത്തിലുള്ള വലിയ ആവേശം അങ്ങനെ ചൊരിയുന്നില്ല. കാരണം പരിപാടിയൊക്കെ അടിപൊളി സാധനം. പറയുമ്പോൾ തന്നെ ഉള്ള എനർജി ഉണ്ട്. അടിപൊളി. സ്ഥിരം വരാറുണ്ടോ? സ്ഥിരം വരാറുള്ള ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് തൃശ്ശൂരിന്റെ അനുഭവം? അടിപൊളി സാധനം. സ്റ്റെപ്പ് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് റൗണ്ടിലേക്ക് കയറുന്ന സമയത്ത് റൗണ്ട് കയറാതെ പോകണം. അത് വേറെ. എങ്ങനെയുണ്ട് അമ്മ? ആദ്യമായിട്ട് കാണാൻ. എവിടുന്നാ വരുന്ന? കോയമ്പത്തൂർ. നാട് തൃശ്ശൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്നേ. എങ്ങനെയുണ്ട് പുലികളി? ആര് ജയിക്കുമെന്നാ പറയുന്നത്? അയ്യന്തോള്? അറിയില്ല. എല്ലാം നമ്മളെ പുലികളാ അല്ലേ? എല്ലാം നമ്മളെ പുലികളാ. അതാണ് സാധാരണക്കാരുടെ വികാരം. എല്ലാം അവരുടെ പുലികളാണ്. എല്ലാം തൃശ്ശൂരിന്റെ പുലികളാ. എന്തായാലും സസ്പെൻസുകൾക്ക് കാത്തിരിപ്പ്. ഇനി പലതും കാണേണ്ടി വരും. പല നിമിഷങ്ങൾ പലതും ഒക്കെ തന്നെ കാണേണ്ടി വരും. ആ സമയത്ത് അത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. ചുവട് വെച്ച പുലികൾ നീങ്ങുന്നു. അയ്യന്തോളിന്റെ പുലികൾ നീങ്ങുന്നു. ബാക്കി 8 സംഘത്തിന്റെയും പുലികൾ സ്വരാജ് റൗണ്ട് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. ഒരേ ചുവടിൽ ഒരേ താളത്തിൽ കൈ മെയ് മറന്നുള്ള അവരുടെ വോളണ്ടിയർമാരുടെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഒക്കെ പോളണ്ടിൽ നിന്ന് ഡൽഹി പറഞ്ഞു, കോയമ്പത്തൂർ പറഞ്ഞു, പോളണ്ടിൽ നിന്ന് ഹൗസ തൃശ്ശൂർ, ഹൗസ പുലിക്കളി. Yeah, it's very nice. It's like my first time to see it, so it's like very exciting for me. I saw how they were getting ready, like how they put the makeup. It's like so lovely, honestly. They have got some good moves also. Yeah, they have like, and it's like perfect with the song, like this music. The moves are like so good, like Adipoli. Yeah, Adipoli. You are also enjoying their step, no? You want to try their step? Moves. left hand, right leg. Left hand, right leg. Yeah, same it. Opposite. Left and right leg. Right and left leg. Opposite. Okay. Yeah. ഇതാ ശക്തന്റെ മണ്ണിൽ ഒരു പോളിഷ് നൃത്തം, പോളിഷ് ചുവടിലുള്ള ഇത്തരം കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു പുലിക്കളിയെ മനോഹരമാക്കുന്നത്. ഈ നാടും ഭേദവും ഒന്നുമില്ല, കാതങ്ങളുടെ അതിർവരമ്പുകളില്ല, അതെല്ലാം ഭേദിച്ചുകൊണ്ട് മറന്നുള്ള ഒരു ആഘോഷമാണ് ഈ പുലിക്കളിയെ നാട് നെഞ്ചേറ്റുന്നത്. അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിന്റെ മാത്രം വികാരമല്ല, കേരളീയരുടെ വികാരമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിന് പിന്നെ ഒരേ താളമേ ഉള്ളൂ. അത് ആ താളം തന്നെയാണ്. ഏതാണ് ആ താളം? അടിപൊളിയാണ്. അങ്ങ് പോളണ്ടിൽ നിന്നെത്തിയ ഒരു വനിതയെ കോഴിക്കോട്ട് നിർത്തി തൃശ്ശൂർ പുലിക്കളി റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അരുൺ അമൃതനാഥ് അവരെ പുലിച്ചുവടുകൾ ഓരോന്നായി പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ഒരുമിച്ച് ചേരുന്ന, ഒത്തുചേരുന്ന, ഒരുമയുടെ സന്ദേശം വിളിച്ചോതുന്ന പുലിക്കളിയുടെ ഭംഗി എന്ന് പറയുന്നത്. ഇതാണ് ഇതാ റൗണ്ടിൽ ഇതാ പുലികൾ ഓരോന്നായി നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ പല വർണ്ണത്തിൽ കാണാം. കരിമ്പുലിയുണ്ട്, നീലപ്പുലിയുണ്ട്, വെള്ളപ്പുലിയുണ്ട്, ഓറഞ്ച് പുലിയുണ്ട്, അങ്ങനെ പല വർണ്ണത്തിൽ. പച്ചപ്പുലിയുണ്ട്, ചുവന്ന പുലിയുണ്ട്, പല വർണ്ണത്തിൽ പുലികളുണ്ട്. ആ ചുവടുകളാണ് ഇനി പ്രധാനം. ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി എങ്ങനെ ചുവട് വെച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു, ഒരേ മനസ്സിൽ, ഒരേ താളത്തിൽ, ഒരേ ചുവടിൽ എന്നുള്ളതാണ്. അതാണ് ഇനി കണ്ടറിയേണ്ടത്. ആ